കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാകാം ഇമാതിരി നുണ പറയുന്ന ഒരു മുഖ്യമന്ത്രിയെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇപ്പൊ പറയണത് നാളെ മാറ്റി പറയും. അതൊന്നും കൂടാതെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കാലത്ത് പറഞ്ഞ പല വാക്കുകളും എട്ടിന്റെ പണിയായിട്ട് തിരിച്ചു കിട്ടുമ്പോൾ അട്ടം നോക്കി ഇരിക്കുകയാണ്. നമുക്ക് എന്തായാലും പണ്ട് കുറച്ച് ആനക്കേസും കാര്യങ്ങളൊക്കെ കേരളത്തിൽ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. ഈ വനപ്രദേശങ്ങളിലെ ആന വന്ന് കൊല്ലുന്നതും മറ്റുള്ള കാര്യങ്ങളും അന്ന് ഇടതുപക്ഷമാണ് എല്ലാം ചെയ്തതെന്ന രീതിയിലാണ് വി.ഡി. സതീശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് അതും കേൾക്കാം, ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് കൂടി പരിശോധിക്കാം. ആളുകൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തുകയും അതുപോലെ തന്നെ ആനകൾ ഇറങ്ങാതിരിക്കാൻ വേണ്ടി കാടിനകത്ത് ഭക്ഷണവും വെള്ളവും അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്യണം. ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. എല്ലാ യോഗം നടക്കുന്നല്ലാതെ ഈ റിസൾട്ട് ഉണ്ടാവുന്നില്ലല്ലോ, ഇമ്മീഡിയറ്റ് ആക്ഷൻ ഉണ്ടാവുന്നില്ലല്ലോ. ഏറ്റവും പ്രോൺ ഏരിയ ഉണ്ട് കേരളത്തിൽ, ഏറ്റവും അപകടം പിടിച്ച സ്ഥലം. ആ അപകടം പിടിച്ച സ്ഥലത്തെങ്കിലും ഒരു റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ അവിടെ വെക്കണ്ടേ? അല്ലെങ്കിൽ ഈ ഭക്ഷണ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണ്ടേ, വെള്ളം ഒരുക്കി കൊടുക്കണ്ടേ? അപ്പൊ ഇനി ചൂട് കൂടുമല്ല, ചൂട് കൂടുമ്പോ കൂടുതൽ ആനകൾ ഇറങ്ങും, അപ്പൊ കൂടുതൽ ആളുകൾ മരിക്കുമെന്നാണ് അതിന്റെ അർത്ഥം. അന്ന് LDF ഭരിക്കുന്ന സമയത്ത് ഉണ്ടായ കാര്യമാണ് കേട്ടോ. ഇപ്പൊ വി.ഡി. സതീശൻ കാട്ടിനകത്ത് ഒരു ഹോട്ടൽ തുടങ്ങിയിരിക്കുകയാണ്. ആനകൾക്ക് ഓലമടലും പട്ടയും ഒക്കെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ഹോട്ടൽ, എക്കോ ഫ്രണ്ട്ലി ആന ഹോട്ടൽ എന്നാണ് അതിന്റെ പേര്. വേണമെങ്കിൽ സംശയമുള്ളവർക്ക് ഒന്ന് കേൾപ്പിച്ചു തരാം. മിറ്റിഗേറ്റ് ചെയ്യാം, കുറെ ഇതിന്റെ ആഘാതം കുറയ്ക്കാം. അല്ലാതെ ലോകത്തെങ്ങും ഇത് 100% ഒഴിവാക്കാനൊക്കത്തില്ല. ഒരു ബഡ്ജറ്റിൽ പണം വെച്ച് അത് പ്രോജക്ട് ഇംപ്ലിമെന്റ് ചെയ്ത് കേരളത്തിന്റെ 6000-ൽ പരം കിലോമീറ്റർ നീളമുള്ള വനാതിർത്തി അതിന് പ്രതിവിധി കാണണം എന്ന് പറഞ്ഞാൽ അത് അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം വെച്ച ഒരു ഉദ്യോഗസ്ഥനെ ഞാൻ മാറ്റിയിട്ടില്ല. ഇപ്പോഴും അതാണ്, മുഖ്യമന്ത്രിയും മാറി, ഞങ്ങൾ മന്ത്രിമാരും മാറി എന്നുള്ള അത് ആനയ്ക്കറിയാൻ വയ്യാമല്ലോ. ആന ഈ നാട്ടിൽ ഇരിക്കുകയല്ലേ. അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതിനിപ്പോ മറുപടി പറയുന്നില്ല, അതായത് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആന അറിയുന്നില്ല, അതോ ഇനി അറിഞ്ഞാണോ ഞങ്ങൾ വന്നെന്ന് അറിഞ്ഞോണ്ടാണോ ആന പെട്ടെന്ന് ഇറങ്ങി വന്ന് നിൽക്കുന്നത്? ഇങ്ങനെ ബുദ്ധിശൂന്യരായ കുറെ എണ്ണത്തിനെ ഇവിടെയുള്ള നാട്ടുകാർ ജയിപ്പിച്ചങ്ങ് നിയമസഭയിലേക്ക് കൊണ്ടുവരുത്തിയിട്ടുണ്ട്. എന്റെ പൊന്നു ചേട്ടാ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. വി.ഡി. സതീശൻ പറഞ്ഞതുപോലെ കാടിനകത്ത് ആനകൾക്കായിട്ടൊരു ഹോട്ടൽ നിങ്ങൾ തുടങ്ങണം. അപ്പൊ ആനകൾ ഇന്ന് റോട്ടിലേക്ക് ഇറങ്ങില്ല എന്നുള്ളതാണ്. എന്തായാലും അന്ന് ആന ചവിട്ടിക്കൊന്ന ഒരു പാവപ്പെട്ട സ്ത്രീയുടെ ഭൗതിക ശരീരം ഏറ്റിക്കൊണ്ട് UDF കാണിച്ച പ്രഹസനങ്ങൾ കൂടി നിങ്ങളൊന്ന് കാണണം. അന്ധകാലം. അതല്ലേ വിഷയം. ശരിയാണ്, LDF സർക്കാരിന് അന്ന് കാടിനകത്ത് ഒരു ഹോട്ടൽ ഇട്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല, ഒരു വെജിറ്റേറിയൻ ആന ഫ്രണ്ട്ലി ഹോട്ടൽ. എന്തായാലും വി.ഡി. സതീശനാണല്ലോ ഇന്ന് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് അവിടെ ഇരിക്കുന്നത്. പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിൽ പറഞ്ഞ ആ വാക്കുകളൊക്കെ താങ്കൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ, നട്ടല് പണയം വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, പറഞ്ഞ വാക്കിന് വില കൽപ്പിക്കുന്ന വ്യക്തിയാണെങ്കിൽ താങ്കൾ അതൊക്കെ ചെയ്ത് കാണിക്കണം. കാടിനകത്ത് ആനയ്ക്ക് കൊണ്ടുകൊടുക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ, എന്നിട്ട് ആ പാവപ്പെട്ട മനുഷ്യന്മാരെ സഹായിക്കുക. പല ആളുകളും LDF-നെ ഇപ്പൊ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അവരെ അങ്ങനെയായിരുന്നു ഇവരിങ്ങനെയായിരുന്നു എന്നൊക്കെ. എന്നാൽ നിങ്ങൾ കാര്യം ചെയ്യ്, അവരങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾ അതിനെ മറികടന്നുകൊണ്ട് വികസന പ്രവർത്തനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോവാ. പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് പലതും പറഞ്ഞിട്ടുണ്ട് ഈ മനുഷ്യൻ. അതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. കേട്ടോ നുണേഷൻ മുതലാളി, വീണ്ടും വരാൻ കേട്ടാ. അപ്പൊ സുലാൻ.